السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തു അൽ ഹദീദിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിൻ്റെ പ്രാധാന്യവും അത് ചിലവഴിക്കുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് അതിൻ്റെ പ്രതിഫലത്തിലും അത് നൽകുന്ന ആളുകളുടെ ദറജയിലും വ്യത്യാസമുണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ തന്നെ ആദ്യകാലങ്ങളിലെ നിർണായക ഘട്ടങ്ങളിൽ പണം ചിലവഴിച്ചവരെ പോലെയല്ല വിജയത്തിന് ശേഷം പണം ചിലവഴിച്ചവരുടെ ദറജ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. തുടർന്നുള്ള വചനത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിക്കപ്പെടുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിൻ്റെ പ്രാധാന്യമാണല്ലോ വിശദീകരിക്കുന്നത്. 11 അല്ലാഹു ചോദിക്കുന്നത് മൻ ദല്ലദി, ആരുണ്ട് ഒരുവനായി. മൻ ദല്ലദി, ആരുണ്ട് ഒരുവനായി. എങ്ങനെയുള്ളവൻ? യുഖ്രിദുല്ലാഹ,
അള്ളാഹുവിന് കടം നൽകുവാൻ. അഖറദ യുഖ്രിദു ഇഖ്റാദൻ. ഖർദ് എന്ന് പറഞ്ഞാൽ കടം, അഖറദ എന്ന് പറഞ്ഞാൽ കടം നൽകുക. അഖറദ യുഖ്രിദു ഇഖ്റാദൻ, കടം നൽകൽ. യുഖ്രിദുല്ലാഹ, അള്ളാഹുവിന് കടം നൽകാൻ ആരുണ്ട്? എങ്ങനെയുള്ള കടം? ഖർദൻ ഹസന, വളരെ നല്ല ഒരു കടം. ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത്. ഖർദൻ ഹസന, നല്ല ഒരു കടം അള്ളാഹുവിന് നൽകാൻ ആരുണ്ട്? ഫയുദാഇഫഹു ലഹു. ളാഅഫ യുദാഇഫു മുദാഅഫ. ളാഅഫ എന്ന് പറഞ്ഞാൽ ഇരട്ടിയായി നൽകുക, ഇരട്ടിപ്പിച്ച് നൽകുക. ളാഅഫ യുദാഇഫു മുദാഅഫതൻ. ഫയുദാഇഫഹു ലഹു. ഫയുദാഇഫഹു ലഹു, അള്ളാഹു അയാൾക്ക് അതിനെ ഇരട്ടിപ്പിച്ചു കൊടുക്കും. ഫയുദാഇഫഹു, അതിനെ അഥവാ ഖർദുൻ ഹസനിനെ, ലഹു അവന് അഥവാ ആരാണോ മുഖരിദ് അയാൾക്ക്. മാത്രമല്ല വലഹു, അയാൾക്കുണ്ടാകും അജുറുൻ, പ്രതിഫലം, കരീമുൻ, മാന്യമായ പ്രതിഫലമുണ്ടാകും, അഥവാ സ്വർഗം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കടം നൽകാൻ ആരുണ്ട്? ഇവിടെ കടം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട്, മനുഷ്യൻ്റെ സ്വഭാവം അള്ളാഹുവിനറിയാം. കാരണം അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവന് അറിയില്ലയോ? മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, തൻ്റെതല്ലാത്തതും തൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് തൻ്റെതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രകൃതം മനുഷ്യനുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം ചെലവഴിക്കാൻ വേണ്ടി പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത ശൈലി സ്വീകരിച്ചത് കാണാം. അതിലൊന്ന്, അള്ളാഹുവിൻ്റെ ധനം ആണ് നിങ്ങൾ ചെലവഴിക്കുക. 2, അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചതാണ്, അതിൽ നിന്ന് ചെലവഴിക്കുക. 3, നിങ്ങളുടേതാണ്, അതിൽ നിന്ന് ചെലവഴിക്കുക. 4, കടം നൽകിയാൽ മതി, തിരിച്ചു തരാം. നോക്കൂ, കാരണം മനുഷ്യൻ അവൻ്റെതല്ല, എന്നാലും തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവനാണ്. കൊടുത്തത് തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കും. സത്യത്തിൽ അള്ളാഹു നൽകിയത് അള്ളാഹുവിന് അങ്ങനെ തന്നെ തിരിച്ചെടുക്കാം. പ്രതിഫലമായി ഒന്നും തരില്ല എന്ന് പറഞ്ഞാലും അത് ളുൽമല്ല, അക്രമമല്ല. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വ്യത്യസ്ത കാര്യങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിലുള്ള ഒരു ശൈലിയാണ് കടം നൽകാൻ ആരുണ്ട്, ഭംഗിയായി തിരിച്ചു തരാം, മാത്രമല്ല ഇരട്ടി ഇരട്ടിയായി നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം നമ്മൾ ചെലവഴിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു പകരം വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം വെക്കുന്നതാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അള്ളാഹു അതിന് പകരം വെക്കും, ഉറപ്പാണ്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. അള്ളാഹുവിന് നല്ല കടം നൽകാൻ ആരുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെലവഴിച്ചാൽ ഇരട്ടി ഇരട്ടിയായി ലഭിക്കും. ഫയുദാഇഫഹു ലഹു, അയാൾക്ക് അള്ളാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഈ ലോകത്ത് തന്നെ അതിൻ്റെ അസറുകൾ കാണാൻ പറ്റും. അതിനു പുറമെ വലഹു അജ്റുൻ കരീം, വമ്പിച്ചതായ മാന്യമായ പ്രതിഫലമുണ്ടാകും, അത് സ്വർഗമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലുല്ലാഹു ഫിസ് സമാഇ ദുനിയ. അള്ളാഹു ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും. ലി ഷത്രിൽ ലൈലി ഔ ലി സുലുസിൽ ലൈലിൽ ആഖിരി. ഒന്നെങ്കിൽ രാത്രിയുടെ പകുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1/3 അവസാനിക്കുന്ന സമയത്ത് അള്ളാഹു ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ഇത് മുത്തവാത്തിറായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ നുസൂൽ, അള്ളാഹുവിൻ്റെ ഇറക്കം, അതിൻ്റെ കൈഫിയത്ത് നമുക്കറിയില്ല, എങ്ങനെയെന്ന് നമുക്കറിയില്ല. പക്ഷേ അള്ളാഹു ഇറങ്ങി വരുന്നു ദുനിയാവിൻ്റെ അടുത്തുള്ള ആകാശത്തേക്ക് എല്ലാ ദിവസവും, എല്ലാ രാത്രികളിലും, എല്ലാ ദിവസത്തെ രാത്രികളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം, ഫജ്ർ വരെയാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത്,
മൻ യദ്ഊനി ഫഅസ്തജീബ ലഹ്, ആരുണ്ട് ഈ സമയത്ത് ദുആ ചെയ്യാൻ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഫജ്റിന് മുമ്പ് എഴുന്നേറ്റ് ദുആ ചെയ്യൽ. കാരണം അള്ളാഹു ഒന്നാമത്തെ ആകാശത്തുണ്ട്. ഔ യസ്അലുനീ ഫഉഅതിയഹ്, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഫഉഅതിയഹ്, ഞാൻ അവർക്ക് നൽകാം. പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം തരാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ആ ചോദിക്കുന്നത് ഞാൻ തരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സുമ്മ യഖൂലു, പിന്നെ അള്ളാഹു പറയും, മൻ യുഖ്രിദു, ആരുണ്ട് കടം നൽകാൻ, ആരുണ്ട് കടം നൽകാൻ. മൻ യുഖ്രിദു ഗൈറ അദീമിൻ, അദീമായ ഒരുവന്, അദീം എന്ന് പറഞ്ഞാൽ ഫഖീർ, ഒന്നുമില്ലാത്ത ആൾ. കാരണം ഒന്നുമില്ലാത്ത ഒരാൾക്ക് പൈസ കടം കൊടുക്കാൻ ഒരാൾക്ക് പേടിയായിരിക്കും. കാരണം തിരിച്ചെങ്ങനെ തരും? അപ്പോൾ തിരിച്ചു തരാൻ കഴിവില്ലാത്ത ആൾക്ക് കടം കൊടുക്കുമ്പോൾ പ്രയാസമാണ്. പക്ഷേ അള്ളാഹു അദീമല്ല, മറിച്ച് ഗൈറ അദീം, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് കടം കൊടുക്കണം. മാത്രമല്ല, ഇനി പണമുള്ളവർ തന്നെ ചില ആളുകൾ കടം വാങ്ങിയാൽ എന്ത് ചെയ്യൂല, തിരിച്ചു കൊടുക്കൂല. അതിനാണ് ദുൽമ് എന്ന് പറയുക. ചിലർ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാത്തവരുണ്ട്, പൈസ ഉണ്ടായിട്ടും കൊടുക്കാത്തവരുണ്ട്, അവരാണ് ലലും. അതുകൊണ്ട് അള്ളാഹു പറയുന്നു വലാ ലലും, അള്ളാഹു ലാലിമുമല്ല. ഒരാളോട് പൈസ വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുക എന്ന ആ സ്വഭാവം ഇല്ല. അപ്പം അള്ളാഹു ഗൈറ അദീമാണ്, ഫക്കീറല്ല, ധനികനാണ്. വലാ ലലും, അക്രമവും കാണിക്കൂല. അപ്പോൾ അക്രമം കാണിക്കാത്ത ധാരാളം ധനമുള്ള ഒരാൾക്ക് കടം കൊടുക്കാൻ ആരുണ്ട്? കാരണം ലഹു മഖാലിദു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുകളുടെ താക്കോല് മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. ലഹു ഖസാഇനു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുകൾ അള്ളാഹുവിനുള്ളതാണ്. ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ഇതിൻ്റെ മുഴുവൻ ഉടമസ്ഥത അള്ളാഹുവിനുള്ളതാണ്. ലഹു മാഫി സമാവാതി വ മാഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അങ്ങനെയുള്ള റബ്ബിന് കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രിയിലെയും, രാത്രിയുടെ അവസാന യാമത്തിൽ അള്ളാഹു വന്ന് മനുഷ്യരോട് ചോദിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് ധനം ചെലവഴിക്കുന്നതിന്. അപ്പോൾ അന്നത്തെ ദിവസം ഫജ്റിന് ശേഷം തന്നെ, ഇനി ഫജ്റിന് മുമ്പ് തന്നെ പറ്റുകയാണെങ്കിൽ അങ്ങനെ, ഫജ്റിന് ശേഷം തന്നെ നമ്മൾ ധനം ചെലവഴിച്ചു തുടങ്ങണം. ഓരോരുത്തരും അവരവരുടെ കൈകളിലുള്ള പണം എങ്ങനെയെല്ലാം ചെലവഴിക്കാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ചിന്തിക്കുകയും പണമുള്ളവർ അത് നൽകുകയും ചെയ്യണം. അത് ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുന്നത് മുതൽ, വീട്ടിലേക്ക് മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വാങ്ങിക്കൊടുക്കുന്നത് മുതൽ, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, അയൽവാസികൾക്ക്, നാട്ടുകാർക്ക്, പിന്നീട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചോദിച്ചു വരുന്ന ആളുകളുണ്ടാകും. പള്ളി ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം, സ്ഥാപനം ഉണ്ടാക്കണം, കോളേജ് ഉണ്ടാക്കണം, മരുന്ന് വാങ്ങിക്കൊടുക്കണം, വീടുണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം ചാൻസുകളാണ്. അള്ളാഹുവിൻ്റെ ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ചാൻസാണ്. അതുകൊണ്ട് ചോദിച്ചു വരുന്ന ആളുകളോട് വെറുപ്പ് തോന്നണ്ട. അള്ളാഹു നമുക്ക് ഒരു അവസരം തരികയാണ് ഈ ചോദിച്ചു വരുന്ന ആളിലൂടെ. അൽഹംദുലില്ലാ, ഉണ്ടെങ്കിൽ നൽകാം, അല്ലെങ്കിൽ ഖൗലും മഅറൂഫും വ മഗ്ഫിറ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം. നല്ല വാക്കുകൾ പറഞ്ഞ് പിരിച്ചയക്കുക, നല്ല മഅറൂഫായ വാക്കുകൾ പറഞ്ഞ് പിരിച്ചയക്കുക, ഒക്കെ ഖൈറാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇമാം അബൂ യഅല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മറ്റു പലരും ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അൻ അബ്ദില്ലാഹി ഇബ്നു മസ്ഊദിൻ ഖാല ലമ്മാ നസലത് മാ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, അള്ളാഹുവിന് നല്ല കടം നൽകാൻ ആരുണ്ട് എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഖാല അബുദ്ദഹ്ദാഹ്, അബുദ്ദഹ്ദാഹ് എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ യുരീദു മിന്നൽ ഖർദ്, അള്ളാഹു ഞങ്ങളിൽ നിന്ന് കടം ഉദ്ദേശിക്കുന്നുണ്ടോ? അള്ളാഹു ഞങ്ങളിൽ നിന്ന് കടം ഉദ്ദേശിക്കുന്നുണ്ടോ? ഖാല നഅം യാ അബുദ്ദഹ്ദാഹ്, അതേ അബുദ്ദഹ്ദാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അരിനാ യദക്, നബിയെ നിങ്ങളുടെ കൈ നീട്ടു. ഖാല ഫനാവലഹു യദ, കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖദ് അഖറദ്തു റബ്ബി ഹായിതി, എൻ്റെ റബ്ബിന് ഞാൻ എൻ്റെ തോട്ടം കടമായി നൽകിയിരിക്കുന്നു.
അദ്ദേഹത്തിന് ഒരുപാട് തോട്ടമുണ്ട്. അതിലേറ്റവും വലിയ തോട്ടമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ കുടുംബം അതിലായിരുന്നു താമസിച്ചിരുന്നത്. ആ തോട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിച്ചിരുന്നത്. വഹായുതുഹു ഫീഹി 600 നഖ്ല, 600 ഈത്തപ്പനയുണ്ടായിരുന്നു. 600 ഈത്തപ്പനയുള്ള വലിയൊരു തോട്ടം. അങ്ങനെ അദ്ദേഹം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുകയാണ്. ഫജാഅ യംശി ഹത്താ അത്തൽ ഹായിത വ ഉമ്മുദ്ദഹ്ദാഹി ഫീഹാ വ ഇയാലുഹ. അപ്പോൾ ഉമ്മുദ്ദഹ്ദാഹ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ അവിടെ ഉണ്ട്. അദ്ദേഹം അവിടേക്ക് പോയിട്ട് വിളിച്ചു പറഞ്ഞു, യാ ഉമ്മദ്ദഹ്ദാഹ് ഖാലത് ലബ്ബൈക് ഫഖാല ഉഖ്റുജി ഫഖദ് അഖറദ്തുഹു റബ്ബി. പുറത്തിറങ്ങിക്കോ, വീടൊഴിവാക്കിക്കോ, ഇത് പടച്ച റബ്ബിന് കടമായി കൊടുത്തിരിക്കുന്നു, ദീനിൽ ചെലവഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് താമസിക്കാം. അദ്ദേഹത്തിന് വേറെയും സൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹു കടം ചോദിച്ചപ്പോൾ എത്ര പെട്ടെന്നാണ് ആ ആയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാധീനിച്ചത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത്. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അത്തരം സ്വഭാവമുള്ള ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വമ്പിച്ച ഓഫറുകളാണ് അത്തരം ആളുകൾക്ക് അള്ളാഹു നൽകുന്നത്. ശേഷം അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ സദഖ, ഈ ധർമ്മം എവിടെ എങ്ങനെ ഉപകാരപ്പെടുമെന്നതാണ് 12-ാമത്തെ ആയത്തിൽ പറയുന്നത്. യൗമ വലഹു അജ്റുൻ കരീം എന്ന് പറഞ്ഞല്ലോ, മാന്യമായ പ്രതിഫലമുണ്ട്, മുദാഅഫത്തായിട്ട് നൽകും എന്ന്. യൗമ ഒരു ദിവസം. തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും നബിയെ താങ്കൾക്ക് കാണാം. റഅ യറ റുഇയതൻ, കാണുക. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾക്ക് കാണാം. യസ്ആ നൂറുഹും, സആ യസ്ആ സഅയൻ, സഞ്ചരിക്കുക. സആ യസ്ആ സഅയൻ, സഞ്ചരിക്കുക. യസ്ആ നൂറുഹും, അവരുടെ പ്രകാശം സഞ്ചരിക്കും. ബൈന ഐദീഹിം, അവരുടെ മുന്നിലൂടെയും. വബി ഐമാനിഹിം, അവരുടെ യമീനിലൂടെ അഥവാ വലതുഭാഗത്തുകൂടെ. യമീനിൻ്റെ ജംആണ് ഐമാൻ. യദിൻ്റെ ജംആണ് ഐദ്. ബൈന ഐദീഹിം, അവരുടെ മുന്നിലൂടെ. ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ മുന്നിലൂടെയും വലതുഭാഗത്തുകൂടെയും. ഉദ്ദേശം അവരുടെ ചുറ്റിലും എന്നാണ്. ബുഷ്റാക്കും, അന്ന് വിളിച്ചു പറയപ്പെടും. ബുഷ്റാക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾക്കുള്ള ബുഷ്റ. ബുഷ്റ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത. ബിഷാറ, ബിഷാറ സന്തോഷവാർത്ത. ബുഷ്റാക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് ജന്നാത്തുൻ, സ്വർഗമാണ്, അല്ലെങ്കിൽ സ്വർഗപ്പൂന്തോപ്പുകളാണ്. ജന്നത്തിൻ്റെ ജംആണ് ജന്നാത്ത്. ഒരു തോട്ടമല്ല, ഒരുപാടുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ വമിൻ ദൂനിഹിമ ജന്നത്താൻ. ജന്നാത്തുൻ, ഒരുപാട് സ്വർഗങ്ങൾ. തജിരി ജറാ യജിരി ജറയാനൻ, സഞ്ചരിക്കുക. തജിരി മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടി സഞ്ചരിക്കും. അൽ അൻഹാർ, നഹ്റുൻ ജംഉഹു അൻഹാറുൻ, പുഴകൾ, നദികൾ സഞ്ചരിക്കും. ഖാലിദീന ഫീഹ, അവിടെ നിങ്ങൾ നിത്യവാസികളാണ്, ഖുലൂദുള്ളവരാണ്, ഖുലൂദ് ഉള്ളവരാണ്. ഖലദ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസമുണ്ടാവുക. യഖ്ലുദു ഖുലൂദൻ. ഖാലിദീന ഫീഹ ദാലിക ഹുവൽ ഫൗസുൽ അദീം. ദാലിക ഹുവ, അത് തന്നെയാകുന്നു അൽ ഫൗസു, വിജയം. അൽ അദീം, മഹത്തായ വിജയം. അപ്പോൾ മഹത്തായ വിജയം സ്വർഗലോകത്തിലെ സ്ഥിരവാസമാണ്. അന്ന് ധനം ചെലവഴിച്ചവർക്ക് സന്തോഷിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ മുന്നിലും വലതുഭാഗത്തും പ്രകാശമുണ്ടാകും. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ, ഇമാം അദ്ദഹാഖ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു, യഖൂലു ഫീ ഖൗലിഹി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം ഐ കുതുബുഹും, അവരുടെ കിതാബ്, അവരുടെ കർമ്മരേഖയാണ് ഉദ്ദേശം. യഖൂലുല്ലാഹ് ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി,
ആരുടെ കിതാബാണ് അവരുടെ വലത് കൈയിൽ നൽകപ്പെടുന്നത്. അപ്പോൾ വലത് കൈയിൽ നൽകപ്പെടുന്ന അവരുടെ കർമ്മരേഖ, അതാണ് വലതുഭാഗത്തുള്ള പ്രകാശം. വ അമ്മ നൂറുഹും ഫഹുദാഹും, അവർക്കുള്ള നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് പറഞ്ഞാൽ ഫഹുദാഹും അവരുടെ സന്മാർഗമാണ്, അവർക്ക് ലഭിച്ചിട്ടുള്ള ഹിദായത്താണ്. അതേപോലെ തന്നെ കാണാം യൗമ തറൗനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി, വിശ്വാസികളെയും വിശ്വാസിനികളെയും കാണാം. യസ്ആ സവാബു ഈമാനിഹിം, അവരുടെ നൂറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഈമാനിൻ്റെ പ്രതിഫലമാണ്. വ അമലിഹിം അസ്സാലിഹ്, അവർ ചെയ്ത സൽക്കർമ്മത്തിൻ്റെയും അവരുടെ സത്യവിശ്വാസത്തിൻ്റെയും പ്രതിഫലമാണ്. ബൈന ഐദീഹിം, അവരുടെ മുന്നിലൂടെ സഞ്ചരിക്കുന്നത്. വഫി ഐമാനിഹിം കുത്തുബു അഅമാലിഹിം, അവരുടെ വലതുഭാഗത്ത് അവരുടെ കർമ്മരേഖയുമുണ്ടായിരിക്കും. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഈ അഭിപ്രായങ്ങൾ ശരിയാണ്, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ആമായതും വിശാലമായതും മറ്റു ഖുർആനിക വചനങ്ങൾ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെടുന്നത് അവർക്ക് നൽകപ്പെടുന്ന പ്രത്യേക പ്രകാശം തന്നെയാണ്. കാരണം ഖിയാമത്ത് നാളിൻ്റെ അസ്ലെന്താണ്? ഇരുട്ടാണ്. സൂര്യനും ചന്ദ്രനുമൊക്കെ നക്ഷത്രങ്ങളുടെയൊക്കെ പ്രകാശം കെട്ടുപോകുന്നു ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹ്ശറിൽ എന്താ ഉള്ളത്? കൂരാക്കൂരിരുട്ടാണ്. മഹ്ശറിൽ ഇരുട്ടാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില പ്രത്യേക സമയങ്ങളിലെ പ്രകാശം ഉണ്ടാവും. അപ്പോഴാണ് അവർക്ക് പരസ്പരം കാണാൻ കഴിയുന്നതും മറ്റും. അങ്ങനെ ആ പ്രകാശം വരികയും പ്രകാശം കെട്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇരുട്ടും വെളിച്ചവും മാറി മാറി വരും. അതിൽ വിശ്വാസികൾക്ക് ആ സന്ദർഭത്തിൽ ഇരുട്ടിൽ വിശ്വാസികൾക്ക് സന്തോഷിക്കാം. കാരണം അവർക്ക് മാത്രം അള്ളാഹു പ്രത്യേകമായ പ്രകാശം നൽകും. അവരുടെ ചുറ്റിലും പ്രകാശമുണ്ടാകും. ആ ചുറ്റിലും എന്നതിൻ്റെ പ്രയോഗമാണ് അവരുടെ മുന്നിലൂടെയും വലതുഭാഗത്തുകൂടെയുമൊക്കെ പ്രകാശമുണ്ടാകും എന്ന് പറയുന്നത്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം ഇലാ ആഖിരി യുഅ്തൗന നൂറഹും അലാ ഖദ്രി അഅമാലിഹിം, ഓരോരുത്തരും അവർ ചെയ്ത അമലുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രകാശം നൽകപ്പെടും. മിൻഹും മൻ നൂറുഹു മിസ്ലുൽ ജബൽ, ചിലർക്ക് വലിയ പർവ്വതം കണക്കെയുള്ള പ്രകാശം നൽകപ്പെടുന്ന അത്രയും വലിയ പ്രകാശം അവരുടെ ചുറ്റിലുമുണ്ടാകും. വ അദ്നാഹും നൂറൻ, ഏറ്റവും ചെറിയ പ്രകാശം എന്ന് പറയുന്നത് മൻ നൂറുഹു അലാ ഇബ്ഹാമിഹി യുത്ഫിഉ മറത്തൻ വയൂഖദു ഉഖ്റാ, അവരുടെ ഇബ്ഹാമിൽ തള്ളവിരലിൽ ഒരു പ്രകാശം നൽകും. അത് കാലിൻ്റെതാണ് എന്നും ചില റിവായത്തിൽ കാണാം. അത് ഇടയ്ക്കൊന്നും മിന്നും പിന്നെ കെട്ടുപോകും, പിന്നെ ഒന്ന് മിന്നും പിന്നെ കെട്ടുപോകും. അത്രയും ചെറിയ അമലുള്ള ആളുകൾക്കും ആ അമലിനനുസരിച്ചൊരു വെളിച്ചം ഉണ്ടാവും. എന്നാൽ അമലുകൾ കൂടുന്നതിനനുസരിച്ച് പർവ്വത സമാനമായ പ്രകാശം അവർക്ക് നൽകപ്പെടുന്നതാണ്. മറ്റൊരു റിവായത്തിൽ കാണാം ഫയുഅ്തൗന നൂറഹും അലാ ഖദ്രി അഅമാലിഹിം ഫമിൻഹും മൻ യുഅ്താ നൂറഹു മിസ്ലൽ ജബലി ബൈന യദൈഹി വമിൻഹും മൻ യുഅ്താ നൂറഹു ഫൗഖ ദാലിക്, പർവ്വതത്തേക്കാൾ വലിയ പ്രകാശം നൽകപ്പെടുന്നവരുണ്ട് എന്നാണ്. വമിൻഹും മൻ യുഅ്താ നൂറഹു മിസ്ലൻ നഖലതി ബിയമീനി, വലതുഭാഗത്ത് ഒരു ഈത്തപ്പനയുടെ അത്രയും വലിപ്പമുള്ള പ്രകാശം നൽകപ്പെടുന്നവരുണ്ട്. വമിൻഹും മൻ യുഅ്താ ദൂന ദാലിക ബിയമീനി, കാരണം ഈ പ്രകാശം വലത് കൈയിലാണ് നൽകപ്പെടുന്നത്. അതിനേക്കാൾ താഴെയുള്ളതുണ്ട്. ഹത്ത യകൂന ആഖിറു മൻ യുഅ്താ നൂറഹു അലാ ഇബ്ഹാമി ഖദമിഹി, ഏറ്റവും അവസാനം എന്ന് പറയുന്നത് കാലിൻ്റെ തള്ളവിരലിൽ ഉള്ള പ്രകാശമാണ്. യുദീഉ മറത്തൻ വയുത്ഫിഉ മറ, ഇടക്ക് പ്രകാശിക്കും ഇടക്ക് കെട്ടുപോകും. വ ഇദാ അദാഅ ഖദ്ദമ ഖദമഹു, വെളിച്ചമുണ്ടാകുമ്പോൾ മുന്നോട്ട് വെക്കും. കാരണം ഫുള്ള് ഇരുട്ടാണ്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല, ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ കാലിൽ നിന്ന് ഒന്ന് കത്തുമ്പോൾ മുന്നോട്ട് നടക്കും, കെട്ടുപോകുമ്പോൾ വീണ്ടും നിൽക്കും. അങ്ങനെയാണ്. വ ഇദാ ത്വഫിഅ ഖാമ, കെട്ടാൽ അപ്പോൾ അവിടെ തന്നെ നിൽക്കും. ഖാല ഫയമുറു വയമുറൂന അല സിറാത്ത്, അങ്ങനെ സിറാത്തിലൂടെ അവർ പ്രവേശിക്കുന്നതാണ്. ഉന്ദു അല ഖദ്രി നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിനനുസരിച്ച് നിങ്ങൾ സിറാത്തിലൂടെ സഞ്ചരിച്ചോളൂ എന്ന് പറയപ്പെടും. അപ്പോൾ ഖിയാമത്ത് നാളിൽ സത്യവിശ്വാസികൾക്ക് അവരുടെ സത്യവിശ്വാസത്തിൻ്റെ തോതി തൗഹീദിൻ്റെ ശക്തി അനുസരിച്ച്
ഈമാനിൻ്റെ ശക്തി അനുസരിച്ച്, കർമ്മങ്ങളുടെ ആധിക്യമനുസരിച്ചാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ നിസ്സാരമായ നന്മകൾ പോലും ഉപേക്ഷിക്കരുതെന്നാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, മിസ്ഖാല ദർറത്ത് ഖൈർ ചെയ്താലും അതിൻ്റെ ഫലം അവൻ കാണുന്നതാണ്. കാരണം ഓരോ നന്മയും പ്രകാശമാണ്, പ്രകാശത്തിലെ വർധനമാണ്. നമ്മളൊരു സദഖ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെളിച്ചം പരലോകത്തുണ്ടാകുന്നു. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ഖബറിലെ പ്രകാശം, ഖബറിൽ കൂരിരുട്ടാണ്. നമുക്കറിയാം, ഭൂമിക്കടിയിലേക്ക് പോയി സ്ലാബ് വെച്ച് പിന്നീട് മണ്ണിട്ടാൽ അവിടെ എന്ത് വെളിച്ചമുള്ളത്? ഒരു വെളിച്ചവും ഉള്ളിലേക്ക് വരില്ല. അത്രയ്ക്ക് ഇരുട്ടാണ് ഖബറിൽ. ആ ഖബറിൽ പ്രകാശം ലഭിക്കുന്നത് ഒരാൾ ചെയ്ത സദഖയുടെ സ്വഭാവമനുസരിച്ചാണ്. സദഖ ചെയ്യുന്നതിനനുസരിച്ച് വെളിച്ചം കൂടും. മഹ്ശറിൽ തണൽ ലഭിക്കുന്നത് സദഖക്കനുസരിച്ചാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ അമലുകളും പരലോകത്ത് പ്രകാശമായി തീരും. ആ പ്രകാശം നമുക്ക് ആവശ്യമുണ്ട്, ആ പ്രകാശം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യണം. റബ്ബന അത്മിം ലനാ നൂറന, സൂറത്തു തഹ്രീമിൽ കാണാം ഈ ദുആ. ഖിയാമത്ത് നാളിൽ മറ്റുള്ളവർക്ക് കൂടുതൽ ലഭിച്ചത് കാണുമ്പോൾ മുഅ്മിനുകൾ തന്നെ പറയും, പടച്ചോനെ അവർക്കൊക്കെ ഒരുപാടുണ്ട്, അതുകൊണ്ട് അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു താ റബ്ബേ, ഞങ്ങളുടെ വെളിച്ചം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് താ റബ്ബേ, കുറച്ചുകൂടി വെളിച്ചം താ റബ്ബേ എന്ന് പരലോകത്ത് വെച്ച് മനുഷ്യർ പറയും, വിശ്വാസികൾ പറയുമെന്നാണ്. അതുകൊണ്ട് അന്ന് നമുക്കൊരു ഖേദമുണ്ടാവാതിരിക്കാൻ, ഒരു സങ്കടമില്ലാതിരിക്കാൻ നമ്മുടെ പ്രകാശത്തിലേക്ക് വർധനവുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിലാണ് മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്ന് ഖുർആനിൽ കാണാം. അതിൻ്റെ ആശയങ്ങളിൽ ഒന്ന് ഇതാണ്. മഹ്ശറിൽ ഒരുപാട് ഇരുട്ടുകൾ ഉണ്ടാകുന്നതാണ്. സിറാത്തിൽ ഇരുട്ടാണ്, ഖബറിൽ ഇരുട്ടാണ്, മഹ്ശറിൽ ഇരുട്ടുണ്ട്, സിറാത്തിൽ ഇരുട്ടുണ്ട്. നരകത്തിൻ്റെ മേലെക്കൂടിയുള്ള പാലം അവിടെ ഇരുട്ടാണ്. വെളിച്ചത്തിനനുസരിച്ചാണ് ഓരോ ആളുകളും അത് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ധാരാളമായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ബുശ്റാക്കുമുൽ യൗം, അന്ന് വിളിച്ചു പറയപ്പെടും, ഇന്ന് നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത, ജന്നാത്തുൻ, സ്വർഗലോകമാണ്, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്നതാണ്, ഖാലിദീന ഫീഹാ, നിങ്ങളതിൽ നിത്യവാസികളാണ്. ദാലിക ഹുവ അൽ ഫൗസുൽ അദീം, അതാകുന്നു മഹത്തായ വിജയം. ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സ്വർഗത്തിൽ കടക്കലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവനാരോ, ഫഖദ് ഫാസ, അവനാണ് ഏറ്റവും വലിയ വിജയം വരിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. അതുകൊണ്ട് പരലോകത്തിലെ ആ വലിയ വിജയം നേടിയെടുക്കാനും പ്രകാശം പൂർത്തീകരിച്ച് ലഭിക്കാനും വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, അധ്വാനിക്കുക. 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നേ ദിവസം, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ നിഫാഖുള്ള ആൾ, കപടവിശ്വാസി. നാഫഖ യുനാഫിഖു നിഫാഖൻ. നാഫഖ എന്ന് പറഞ്ഞാൽ കപടവിശ്വാസം കാണിക്കുക. മുനാഫിഖ് കപടവിശ്വാസി, അഥവാ പുറത്ത് ഇസ്ലാമിനെ പ്രകടിപ്പിക്കുകയും ഉള്ളിൽ അവിശ്വാസം കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് മുനാഫിഖ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ നിഫാഖുമുണ്ട്, വലിയ നിഫാഖുമുണ്ട്. വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ കുഫറാണ്, ഇസ്ലാമിലില്ലാത്തവനാണ് അവൻ. അവൻ തീരെ ഇസ്ലാമിൽ ഇല്ല. കാരണം ഉള്ളിൽ അവിശ്വാസമാണ്, പുറത്ത് ഇസ്ലാമിനെ പ്രകടിപ്പിക്കുകയാണ് വാക്കുകൊണ്ട്, പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി. ഉള്ളിൽ വിശ്വാസമേ ഇല്ല. അതിനാണ് എന്ത് പറയുക, നിഫാഖുൻ അക്ബർ, വലിയ നിഫാഖ്. അത് കുഫറാണ്, മുഖ്രിജുൻ അനിൽ മില്ല, ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടുപോകുന്നതാണ്. ചെറിയ നിഫാഖുണ്ട്, നിഫാഖുൻ അസ്ഗർ. എന്താണ് ചെറിയ നിഫാഖ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദ്ദസ കദബ, വർത്തമാനം പറഞ്ഞാൽ കളവ് പറയുക, അത് നിഫാഖിൻ്റെ ഭാഗമാണ്. വ ഇദാ വഅദ അഖ്ലഫ, ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിക്കുക, അത് നിഫാഖിൻ്റെ ഭാഗമാണ്.
വ ഇദ ഉത്തുമിന ഖാന, ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിൽ വഞ്ചന കാണിക്കുക, അത് നിഫാഖിൻ്റെ ഭാഗമാണ്. വ ഇദ ഖാസമ ഫജറ, പരസ്പരം തെറ്റിയാൽ തെറ്റുകൾ വിളിച്ചു പറയുക, തെറ്റിക്കഴിഞ്ഞാൽ പരസ്പരം തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ തോന്നിവാസം പ്രവർത്തിക്കുക, ഇതൊക്കെ നിഫാഖിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇത് വലിയ നിഫാഖല്ല, ചെറിയ നിഫാഖാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നാലും കൂടി ഒരാളിൽ ഒരുമിച്ചാൽ അവൻ പ്യുവറായിട്ടുള്ള മുനാഫിഖാണ്. വല്ലാഹുൽ മുസ്തആൻ. അപ്പോൾ അങ്ങനെയുള്ള കപടവിശ്വാസികൾ യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, കപടവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും അന്ന് പറയും. കാരണം വിശ്വാസികളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. അവർ ആരോട് പറയും? ലില്ലദീന ആമന യുഅ്മിനു ഈമാനൻ, സത്യവിശ്വാസികളോട് പറയും ഉൻളുറൂന, നിങ്ങൾ ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ. നളറ യൻളുറു നളറൻ ഔ നളറൻ, ഉൻളുർ നോക്കൂ, ഉൻളുറൂന ഞങ്ങളെ ഒന്ന് നോക്കൂ, ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ ഒന്ന് ഇഖ്തിബാസ് ചെയ്യട്ടെ. ഇഖ്തബസ യഖ്തബിസു ഇഖ്തിബാസൻ. ഇഖ്തബസ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒരു കാര്യം അബ്സ്ട്രാക്റ്റ് ചെയ്യുന്നതിനാണ് ഇഖ്തബസ എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ ഒരു കാര്യം കോപ്പി ചെയ്യുന്നതിന് അത് പറയും. സത്യത്തിൽ ഈ വേർഡ് കറക്റ്റ് വന്നത് ഒരു തീയിൽ നിന്ന് മറ്റൊരാൾ തീ പകർന്നെടുക്കുന്നതിനാണ്. ഒരാൾ വിളക്ക് കത്തിച്ചാൽ അതിൽ പോയി മറ്റൊരാൾ വിളക്ക് കത്തിക്കൽ, ഇങ്ങനെ ഒരു തീ പകർന്നു കൊടുക്കുന്നതിനാണ് ശരിക്കും ഈ വേർഡ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഏതൊരു അബ്സ്ട്രാക്ഷനും ഈ വേർഡ് ഉപയോഗിക്കും. ഏതൊന്നിൽ നിന്ന് മറ്റൊന്ന് പകർന്നെടുക്കുക, ഒരു പേജിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കോപ്പി ചെയ്തെടുക്കുക, ഒരു ഇബാറത്ത് മാത്രമെടുത്ത് കോട്ട് ചെയ്യുക, അതിനൊക്കെ എന്ത് പറയും? ഇഖ്തിബാസ് എന്ന് പറയും. അപ്പോൾ ഇവർ പറയുന്നത് നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് താ, ഞങ്ങളെടുക്കട്ടെ, ഞങ്ങളൊന്ന് പരിഗണിക്ക്. ഖീല, അപ്പോൾ പറയപ്പെടും ഇർജിഉ വറാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പിറകിലേക്ക് തന്നെ മടങ്ങിപ്പോകൂ. റജഅ യർജിഉ റുജൂഅൻ, ഇർജിഉ വറാഅക്കും, നിങ്ങളുടെ പിറകിലേക്ക് തന്നെ മടങ്ങിപ്പോകൂ. ഫൽതമിസു നൂറ, എന്നിട്ട് വല്ല വെളിച്ചവും കിട്ടുമോ എന്ന് സ്വയം അന്വേഷിക്കൂ. ഞങ്ങൾക്ക് തരാൻ പറ്റൂല. ഇൽതമസ യൽതമിസു ഇൽത്തിമാസൻ, ഇൽതമസ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, ഇൽതമസ അന്വേഷിക്കുക. ഫൽതമിസു നൂറ, പ്രകാശം നിങ്ങൾ നിങ്ങളുടെ പിറകിൽ പോയി അന്വേഷിച്ചോളൂ എന്നവരോട് പറയപ്പെടും. അങ്ങനെ ഫദുരിബ ബൈനഹും, അവർക്കിടയിൽ സ്ഥാപിക്കപ്പെടും. ദറബ യദ്രിബു ദർബൻ, ഫദുരിബ ബൈനഹും ബിസൂരിൻ, സൂർ എന്ന് പറഞ്ഞാൽ സ്വാദല്ല സീൻ, മറ എന്നാണ് അർത്ഥം. ഒരു സത്ർ, ഒരു ഹിജാബ്, ഒരു ജിദാർ, ഒരു ചുമര് സ്ഥാപിക്കപ്പെടും. ഒരു ജിദാർ, ഒരു കർട്ടൻ സ്ഥാപിക്കപ്പെടും. ലഹു ബാബുൻ, അതിനൊരു വാതിലുണ്ടാകുന്ന, ലഹു ബാബുൻ, ഒരു വാതിലുള്ള ഒരു ചുമര് അവർക്ക് മുമ്പിൽ സ്ഥാപിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ മുഅ്മിനുകൾ മുന്നിൽ ഞങ്ങൾക്ക് വെളിച്ചം താ എന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിക്കുകൾ അവരുടെ പിന്നാലെ കൂടുമ്പോൾ പെട്ടെന്ന് ഒരു ചുമര് വന്നിട്ട് ക്ലോസ് ചെയ്യും. ഈ വാതിലിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ചുമരിൻ്റെ പ്രത്യേകത, ബാത്തിനുഹു, അതിൻ്റെ ഉള്ളിൽ ഫീഹി റഹ്മത്തു, അതിൻ്റെ ഉള്ളിലാണ് റഹ്മത്ത് അഥവാ സ്വർഗം അവിടെയാണ്. വലാഹിറുഹു, അതിൻ്റെ പുറത്ത്, മിൻ ഖിബലിഹി, അതിൻ്റെ ഭാഗത്ത് നിന്നാണ്, ഖിബൽ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ, മിൻ ഖിബലിഹി അൽ അദാബ്, അതിൻ്റെ ഡയറക്ഷനിൽ നിന്നാണ് ശിക്ഷ വരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ നരകമാണ്. അപ്പോൾ ഈ മതിൽ സ്ഥാപിക്കപ്പെടും, ഉള്ളിൽ സ്വർഗവും പുറത്ത് നരകവും. അപ്പോൾ ഇത് വളരെയധികം ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സത്യവിശ്വാസികൾക്ക് പ്രകാശം ലഭിച്ചത് കാണുമ്പോൾ മുനാഫിഖീങ്ങളും അവർക്ക് പ്രകാശം ലഭിക്കാൻ ആഗ്രഹിക്കും. അതിൽ ചില പണ്ഡിതന്മാർ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മുനാഫിഖുകൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സിറാത്തിലൂടെ പോകാൻ നല്ല വെളിച്ചം വേണം, സഞ്ചരിക്കാൻ വെളിച്ചം വേണം, സിറാത്തിലൂടെ പോകാനും വെളിച്ചം വേണം. ആദ്യം മഹ്ശറിൻ്റെ ഒരവസ്ഥ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച ഇതര മതക്കാരായ മുഴുവൻ ആളുകളും ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും.
അവർക്കാർക്കും എന്തില്ല? സിറാത്തില്ല. ഡയറക്റ്റ് നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി ചങ്ങലയിൽ ബന്ധിപ്പിച്ച് നരകത്തിലേക്ക് തള്ളിയിടും. കാഫറുകളെ, മുശ്രിക്കുകളെ എല്ലാവരെയും. പിന്നീട് യഹൂദരും ക്രൈസ്തവരും അവശേഷിക്കും. അവരും പിന്നീട് നരകത്തിലേക്ക് അങ്ങനെ തന്നെ വലിച്ചെറിയപ്പെടും. പിന്നെ അവശേഷിക്കുന്നത് മുസ്ലിമീങ്ങളും മുനാഫിക്കുകളുമാണ്. ആരാണ് അവശേഷിക്കുന്നത്? മുസ്ലിമീങ്ങളും മുനാഫിക്കുകളുമാണ്. അപ്പോൾ മുനാഫിക്കുകൾ ദുനിയാവിൽ വെച്ച് സത്യവിശ്വാസികളെ വഞ്ചിച്ചവരാണ്. കൂടെ നിന്ന് നിർണായക ഘട്ടത്തിൽ പുറകോട്ടു. ഇപ്പോൾ ഉഹദ് യുദ്ധത്തിന് തന്നെ ആദ്യം പുറപ്പെട്ടത് 900ഓളം ആളുകളാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, 300ഓളം ആളുകൾ വഴിയിൽ വെച്ച് തിരിച്ചുപോയി. മുനാഫിക്കുകൾ അങ്ങനെയാണ്, നിർണായക ഘട്ടത്തിൽ തിരിച്ചു പോകും. അതുവരെ കൂടെ നിൽക്കും, നിർണായക ഘട്ടത്തിൽ തിരിച്ചു പോകും. അവർ യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ അള്ളാഹുവിനെയും വിശ്വാസികളെയും ചതിച്ചതാണ്. എന്നാൽ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശൂറൂൻ, അവരവരെ തന്നെയാണ് ചതിക്കുന്നത്, അതവരറിയുന്നില്ല. കാരണം ഈ ചതി അവർക്ക് തത്തുല്യമായി തിരിച്ചടിക്കും എപ്പോൾ? മഹ്ശറിൽ. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു മുനാഫിക്കുകൾ അവശേഷിപ്പിക്കും. എന്തിനാണത്? അവർ ഭൂമിയിൽ ചെയ്തതിന് അതേപോലെ പ്രതിഫലം കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും നരകത്ത് പോയപ്പോൾ ഇവരെന്ത് വിചാരിക്കും? ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ, കഴിച്ചിലാകും, രക്ഷപ്പെടുന്നു വിചാരിക്കും. പക്ഷെ അവർക്ക് അള്ളാഹു വെളിച്ചം കൊടുക്കൂല, മുഅ്മിനുകൾക്ക് വെളിച്ചം കൊടുക്കും. അങ്ങനെ സിറാത്തിലേക്ക് അവരങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവരും പിറകെ വരും. അതാണ് യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ലില്ലദീന ആമനു. അവർ വിശ്വാസികളോട് പറയും, ഉൻളുറൂന, വെയിറ്റ് ചെയ്യ്. കാരണം വെളിച്ചമുള്ളവർ സ്പീഡിൽ നടക്കുമ്പോൾ വെളിച്ചമില്ലാത്തവന് സ്പീഡിൽ നടക്കാൻ പറ്റൂല. കാരണം അവർക്ക് വെളിച്ചമല്ല. അതുകൊണ്ടാണ് ഇവരോട് പറയുന്നത്, ഉൻളുറൂന, ഞങ്ങളെ കാത്തു നിൽക്കൂ, ഞങ്ങളൊന്ന് പരിഗണിക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ വെളിച്ചം കുറച്ച് ഞങ്ങളും എടുക്കട്ടെ. അപ്പോൾ അവരോട് പറയും, ഖീല റുജിഉ വറാഅക്കും, വിശ്വാസികൾ അവരോട് പറയും, അല്ലെങ്കിൽ മലക്കുകൾ പറയും, റുജിഉ വറാഅക്കും, പിറകെ പോയി അന്വേഷിച്ച് നോക്ക്, ഫൽതമിസു നൂറ, വല്ല വെളിച്ചവും കിട്ടുമോ എന്ന് നോക്കൂ എന്ന് പറയപ്പെടും. അങ്ങനെ ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്. ഞാൻ നേരത്തെ പറഞ്ഞ വലിയ നിഫാഖിൻ്റെ ആളുകളാണെങ്കിൽ, വലിയ നിഫാഖിൻ്റെ അഥവാ അവിശ്വാസികളായ മുനാഫിക്കുകളാണെങ്കിൽ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരു ചുമര് സ്ഥാപിക്കപ്പെടും, അതിനൊരു വാതിലുണ്ടാകും. വിശ്വാസികൾ മാത്രം ഉള്ളിലേക്ക് കടക്കും, അല്ലാത്തവരെന്ത് ചെയ്യും? പുറത്താകും. ഇവർക്കും സിറാത്തിലൂടെ കടക്കാൻ പറ്റില്ല. ഇവരെയും പിന്നെന്ത് ചെയ്യും? അതുവരെ അവർ വിചാരിക്കും രക്ഷപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിർണായക ഘട്ടത്തിൽ അവർ പിന്തിരിഞ്ഞതുപോലെ സിറാത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ചുമര് വരും, ഡോറ് ക്ലോസ് ചെയ്ത് കളയും, ഇവരെ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തള്ളിയിടും. കാരണം അവർ ഫിദ്ദർക്കിൽ അസ്ഫലി, ഏറ്റവും കടുത്ത ശിക്ഷ അവർക്കായിരിക്കുണ്ടാവും. ഏറ്റവും കടുത്ത ശിക്ഷയുടെ വാതിലിലൂടെ അവർ പ്രവേശിപ്പിക്കപ്പെടും. വല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ചെറിയ നിഫാഖിൻ്റെ ആളുകളാണെങ്കിൽ അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, അവർ മുഅ്മിനുകൾ തന്നെയാണ്, അവർക്ക് സിറാത്തിലൂടെ കടക്കാം. പക്ഷേ അവരുടെ ഈ നിഫാഖ് അധികമുണ്ടെങ്കിൽ അവർ നരകത്തിലേക്ക് സിറാത്തിൽ നിന്ന് എന്ത് ചെയ്യും? താഴോട്ട് വീഴും. പിന്നീട് അള്ളാഹു അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താണ് ചെയ്യുക. ഒന്ന് നബിയുടെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടും, വിശ്വാസികളുടെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടും. ഇതൊക്കെ കഴിഞ്ഞിട്ടും രക്ഷപ്പെടാത്തവരെ അള്ളാഹു ഒരു പിടുത്തം പിടിക്കും, സ്വർഗത്തിലാക്കാൻ വേണ്ടി. പക്ഷെ അവർ നരകത്തിലേക്ക് വീഴും. സിറാത്തിലൂടെ വിശ്വാസികൾ മാത്രമാണ് കടക്കുക. പക്ഷേ അതിൽ ഈ പറഞ്ഞ ചെറിയ നിഫാഖിൻ്റെയും മറ്റു തിന്മകളുടെ ആളുകളുണ്ടാകും. അള്ളാഹു പുറത്തു കൊടുക്കാത്തവരൊക്കെ അതിൽ നിന്ന് നരകത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കും, നരകത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കും. ഈ പാലത്തിൻ്റെ പ്രത്യേകത അതാണ്, നരകത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കും. അന്ന് ഏറ്റവും അധികം രക്ഷപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളവരാണെന്നാണ്. കാരണം സിറാത്തിൽ ഇരുട്ടാണ്. ഏറ്റവും വെളിച്ചമുള്ള ആളുകൾ മിന്നലിൻ്റെ വേഗത്തിൽ അപ്പുറത്തെത്തുന്നതാണ്. ഒരു മിന്നലടിക്കുന്ന അത്രയും സ്പീഡിൽ അപ്പുറത്തെത്തും. വേറെ ചില ആളുകൾ നല്ല സ്പീഡുള്ളൊരു കുതിരപ്പുറത്ത് പോകുന്നവനെ പോലെ പോകുന്നതാണ്. വേറെ ചില ആളുകൾ മുട്ടിലിഴഞ്ഞാണ് പോവുക എന്നാണ്. വെളിച്ചം കിട്ടുന്നതിനനുസരിച്ച് ഒന്ന് നീങ്ങും, പിന്നെ പോകൂല. അപ്പോൾ സിറാത്തിൽ കൊളുത്തുകളുണ്ട് എന്നാണ്. നമ്മൾ മാംസം എല്ലാം വേവിക്കാൻ വേണ്ടി കൊളുത്തി വെക്കുന്ന കൊളുത്തു പോലത്തെ കൊളുത്തുകൾ സിറാത്തിൻ്റെ രണ്ട് ഭാഗത്തുണ്ടാകുന്നു. ഇതിങ്ങനെ കൊളുത്തി വലിച്ചുകൊണ്ട് നരകത്തിന് അവകാശപ്പെട്ടവരൊക്കെ നരകത്തിലേക്ക് രണ്ട് ഭാഗത്തോടെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നു. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ബാത്തിനുഹു ഫീഹി റഹ്മ, അതിൻ്റെ ഉള്ളിലാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ സിറാത്തിലൂടെ കടന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലെത്തും. വലാഹിറുഹു മിൻ ഖിബലിഹിൽ ആദാബ്, അതിൻ്റെ ലാഹിറിൽ പുറത്താണെന്ത്, അതിലൂടെയാണ് ശിക്ഷയുള്ളത്. ഈ ചുമരിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഒരിക്കലും നിഫാഖ്, കാപട്യം അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ല. കുഫറിനേക്കാൾ ഗൗരവമുള്ളതാണ് നിഫാഖ്. കുഫർ അവർ പ്രത്യക്ഷത്ത് പറയും ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറയും. അവരെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. നാം മുസ്ലിങ്ങളാണെന്ന് അഭിനയിച്ച് കൂടെ നിന്നിട്ട് ചതിക്കുന്നവനോ, അതുകൊണ്ടാണ് അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാകുന്നത്. അതിൻ്റെ സഹോദരനായിട്ടുള്ളതാണ് ഈ ചെറിയ നിഫാഖ്. അതുകൊണ്ട് തന്നെ അത് ചെറുതല്ലേ എന്ന് വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇത് നാലും, കാരണം ഇതിലൊന്നുള്ളവൻ രണ്ടാമത്തതുണ്ടാകും, സ്വാഭാവികമാണ്. സംസാരിച്ചാൽ കളവ് പറയുന്ന ഒരാൾ വാക്ക് പറഞ്ഞാൽ തെറ്റിക്കുകയും ചെയ്യും. വാക്ക് പറഞ്ഞാൽ തെറ്റിക്കുന്ന ഒരാൾ വിശ്വസിച്ചേൽപ്പിച്ചതിൽ വഞ്ചന കാണിക്കും. അങ്ങനെ ചെയ്യുന്ന ആളുകൾ പരസ്പരം തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ തെറ്റിയാൽ അവർ വേണ്ടതും വേണ്ടാത്തതൊക്കെ വിളിച്ചു പറയും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ മുനാഫിക്കുകളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് വീണ്ടും 14-ാമത്തെ ആയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വിശദീകരിക്കാം. ചുരുക്കത്തിൽ നമ്മുടെ സദഖയും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ നല്ല നല്ല പ്രവർത്തനങ്ങളുമാണ് പ്രകാശമായി ഭവിക്കുന്നത്. അതുകൊണ്ട് ധാരാളം ദാനധർമ്മം ചെയ്യുക, ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അള്ളാഹുവിനോട് ധാരാളമായി പരലോകത്തെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.